സംസ്ഥാനത്തെ കോളേജുകളിലും സർക്കാരിനായി PR പരിപാടി. നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ NSSനെ ഉപയോഗിച്ച് സർക്കാർ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് പരാതി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണ് എന്നാരോപിച്ച പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ നയങ്ങളും പരിപാടികളും യുവജനങ്ങളിലേക്ക് എത്തുക എന്നതാണ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂളുകളിലെ CM ക്വിസ് പരിപാടിക്ക് സമാനമായ മറ്റൊരു ഉദ്യമം. NSS വളണ്ടിയർമാരെയാണ് പരിപാടി നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കിടയിൽ പൊതുകൂട്ടായ്മകളും സെമിനാറുകളും സംഘടിപ്പിക്കണം. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പ്രോഗ്രാം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഗൃഹസന്ദർശനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ ലിസ്റ്റ് നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു. നവകേരള സൃഷ്ടിയാണ് പരിപാടിയുടെ പ്രധാന വിഷയം. മുഖ്യമന്ത്രിയുടെ ആമുഖക്കത്തും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന ബ്രോഷറുമായാണ് വളണ്ടിയർമാർ എത്തുന്നത്. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് NSSനെ ഉപയോഗിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഉയർത്തുന്ന പരാതി. PRD മുഖേന പൊതുഖജനാവ് ദൂർത്തടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടടങ്ങിയ ഒരു മെറ്റീരിയൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്ത് അത് പഠിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ട് യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തനവും പാടില്ല എന്ന നിബന്ധനയുള്ള നാഷണൽ സർവീസ് സ്കീം വളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചൊരു സർവേ നടത്തി അവരെ CPMന്റെ രാഷ്ട്രീയ പ്രചാരകരാക്കി മാറ്റുന്ന ഈ പരിപാടി എതിർക്കപ്പെടേണ്ടതാണ്. നാഷണൽ സർവീസ് സ്കീമിനെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സംഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് എന്ന് ഒരു വിഭാഗം അധ്യാപകർ വാദിക്കുന്നു. എന്നാൽ വികസനത്തെക്കുറിച്ചുള്ള വിവരശേഖരണം മാത്രമാണ് ലക്ഷ്യമെന്ന് സർക്കാർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.